അങ്ങനെ രേഖപ്പെടുത്തുന്നതിന് നമ്മൾ തന്നിട്ടുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പേജിലോട്ട് എത്താൻ സാധിക്കും. ഈ ഭാഗത്ത് നിങ്ങൾക്കറിയാം നിങ്ങൾക്ക് അനുവദിച്ച് തന്നിട്ടുള്ള യൂസർ നെയിമും പാസ്വേഡും നിങ്ങളെ പ്രൊജക്റ്റിൽ നിന്ന് കിട്ടിയിട്ടുണ്ടാവും. അത് യൂസർ നെയിം പാസ്വേഡും കൊടുത്തതിന് ശേഷം ലോഗിൻ എന്ന് കാണുന്ന ഈ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ആക്ടിവിറ്റി പാർട്ടിസിപ്പേഷൻ ഫോം വരും. ആ ആക്ടിവിറ്റി പാർട്ടിസിപ്പേഷൻ ഫോമിനകത്ത് കൃത്യമായിട്ട് നിങ്ങൾക്ക് ഗ്രൂപ്പും കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കും. അതിൽ പ്രധാനമായിട്ട് നമുക്ക് സെലക്ട് ചെയ്തെടുക്കാനുള്ളത് ബ്ലോക്ക് എന്നുള്ളതായിരിക്കും ലെവൽ. അത് മാറ്റി AWC എന്ന് സെലക്ട് ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ സെൻറ്റർ തന്നെ സെലക്ട് ചെയ്തു എന്നുള്ളത് ഉറപ്പാക്കണം. കൃത്യമായി സെലക്ട് ചെയ്തതിന് ശേഷം നമുക്കതിൽ തീമായിട്ട് വരുന്നത് ഏർലി സ്റ്റിമുലേഷൻ ഓഫ് ബ്രെയിൻ ഡെവലപ്മെൻറ്റ് എന്നുള്ളതാണ്. ഏർലി സ്റ്റിമുലേഷൻ ഓഫ് ബ്രെയിൻ ഡെവലപ്മെൻറ്റ് അത് തന്നെ സെലക്ട് ചെയ്തെടുക്കുക. അതിനുശേഷം നമുക്ക് കൃത്യമായിട്ട് ഡേറ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ആ ഡേറ്റൊക്കെ തന്നെ 17-ാം തീയതിയാണെന്നുള്ളത് കൃത്യമായിട്ട് തിരഞ്ഞെടുക്കുക. അതിനുശേഷം ആക്ടിവിറ്റി സെലക്ട് ചെയ്യുന്ന സമയം അവയർനെസ് സെഷൻസ് ഓൺ ഏർലി സ്റ്റിമുലേഷൻ ആൻഡ് ECC ഫോർ പാരൻസ് എന്നുള്ളത് തന്നെ കൃത്യമായി നിങ്ങൾ ആ ഭാഗത്തു നിന്ന് സെലക്ട് ചെയ്തെടുക്കണം. പിന്നെ സാധാരണ പോലെ തന്നെ ടീച്ചറും രക്ഷിതാക്കളും നമ്മൾ ഡേറ്റ് കൊടുത്തല്ലോ. ഡേറ്റ് കൊടുത്തതിന് ശേഷം പാർട്ടിസിപ്പൻസ് ആണ്. എത്ര പേരാണ് നാളത്തെ അവയർനെസ് ക്ലാസ്സുമായി ബന്ധപ്പെട്ടുകൊണ്ട് അല്ലെങ്കിൽ 17-ാം തീയതി നടത്തിയ പ്രവർത്തനത്തിൽ പങ്കാളികളായിട്ടുള്ളത്. കുട്ടികളുണ്ടെങ്കിൽ പ്രീ സ്കൂൾ കുട്ടികളുടെ ഡീറ്റെയിൽസ്, ആൺകുട്ടി എത്ര, പെൺകുട്ടി എത്ര, അവരുടെ രക്ഷിതാക്കളെ അമ്മമാരെത്ര, അതുപോലെ അച്ഛന്മാരെത്ര, അവരുടെ ഗ്രാൻഡ് പാരൻസ് ആരെങ്കിലുമൊക്കെ പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ ടോട്ടൽ എത്ര എന്നുള്ളത് സെപ്പറേറ്റ് ആയിട്ട് തന്നെ പാർട്ടിസിപ്പേഷൻ ഫോം ഫില്ല് ചെയ്തെടുക്കുക. അതിനുശേഷം നിങ്ങൾക്ക് താഴെ ബ്രൗസ് ഫോട്ടോ എന്ന് കാണും. നിങ്ങൾ നാളെ അംഗൻവാടിയിൽ ടീച്ചർ രക്ഷിതാക്കൾ കൊടുക്കുന്ന അവയർനെസ് ക്ലാസ്സിന്റെ ഫോട്ടോ ഹെൽപ്പർ മുഖേന ഫോട്ടോ എടുപ്പിക്കുക. ആ ഫോട്ടോ നിങ്ങൾക്ക് ഇവിടെ അപ്ലോഡ് ചെയ്യുക. 2 MB കൂടാൻ പാടുള്ളതല്ല നിങ്ങൾ എടുക്കുന്ന ഫോട്ടോ എന്നുള്ളത് ഉറപ്പാക്കിയതിനു ശേഷം കൃത്യമായി അവസാനം വരുന്നത് ഡിസ്ക്രിപ്ഷനാണ്. ആ ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് അവയർനെസ് സെഷൻ ഓൺ ഏർലി സ്റ്റിമുലേഷൻ എന്നുള്ളത് കൃത്യമായിട്ട് തന്നെ അവിടെ രേഖപ്പെടുത്തി സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് അവസാനിപ്പിക്കുക.